നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ആ സ്നേഹം. ആളുകൾ പറയുന്ന സത്യ, സ്നേഹമുള്ളവര് തമ്മില് ഇടയ്ക്കൊന്ന് പിരിഞ്ഞിരിക്കണം. എന്നാലേ സ്നേഹത്തിന്റെ വില മനസ്സിലാവൂ. എന്റെ മോൾക്ക് ഇനി ഒരു കുറവും വരില്ല, ഒരു കാലത്തും വരില്ല. നിന്നെ ന്യായീകരിക്കാൻ ഇവളും പോട്ടെ മോളെ, മുത്തശ്ശിക്ക് എന്തോ തെറ്റ് പറ്റിയതാവും. സാരല്ലമ്മ, മോളിരുന്ന് പ്രാർത്ഥിക്കും. നിന്നെ കണ്ടതിന്റെയും തിരിച്ചറിഞ്ഞതിന്റെയും പേരില് വരുണിന്റെ മനസ്സില് തെറ്റായി ഒന്നും ഉണ്ടാവരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. എനിക്കിത് നഷ്ടപ്പെട്ടില്ലല്ലോ. പത്മിനി, വന്നു കയറിയിട്ട് പ്രിയങ്ക മോളോട് എന്തെങ്കിലും സംസാരിച്ചോ നീ? ഇല്ല, ഞാനൊന്നും സംസാരിച്ചില്ല. ഞാനും ഒന്നും സംസാരിച്ചില്ല. മോൾ എന്ത് കരുതുവാവും? എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നമ്മേ, പക്ഷേ എല്ലാം കൂടി ഓർക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടാ. പ്രിയങ്കയും വരുണും തമ്മിലുള്ള അകൽച്ചയില് മനസ്സാ സന്തോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മളുകൂടി മുഖം തിരിച്ചു നിന്നാല് അവര് രണ്ടുപേരും ഒറ്റപ്പെട്ടു പോവില്ലേ? വരുണിന്റെ മനസ്സ് മാറ്റിയെടുക്കാന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. അതിന്റെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാ അവളുടെ കുറ്റമാണോ പത്മിനി? പരമേശ്വരൻ ഒരു സുപ്രഭാതത്തില് നിന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? അതല്ലേ അവളും ചെയ്തുള്ളൂ. അത് വിട്ടേക്ക്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നമ്മൾ ക്ഷമിക്കില്ലേ? അതുപോലെ കരുതിയാ മതി. നാളെ രാവിലെ മുതല് പഴയതുപോലെ അവളെ നമ്മുടെ ഒപ്പം നിർത്തണം. അവൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. മുത്തശ്ശി, എന്താ മോളെ, ഉറങ്ങിയില്ലേ നീ ഇതുവരെ? എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാനിത് മുത്തശ്ശി ഏൽപ്പിക്കാൻ വന്നതാ. മുത്തശ്ശി എനിക്ക് തന്ന ആഭരണങ്ങളും ഇനി ഞാനിത് കൈവയ്ക്കുന്നില്ല. സ്വർണത്തിന്റെയും സമ്പത്തിന്റെയും ബലത്തിലല്ലാതെ മുത്തശ്ശിയും അമ്മയും ഇവിടെയുള്ളവരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റും.
എന്നോട് ക്ഷമിക്കമ്മേ. അച്ഛന്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി ആറ്റുവാശ്ശേരിയിൽ എത്തിയപ്പോഴാ എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ വന്നതെന്ന് ഞാൻ ചിന്തിച്ചത്. വരുൺ എന്നെ സ്നേഹിച്ചിട്ടില്ല, പക്ഷെ ആ കണക്ക് തീർത്ത് അമ്മയും മുത്തശ്ശിയും എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ കുറെ കരഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തു. എനിക്ക് നിങ്ങളെ ഒന്നും പിരിയാൻ പറ്റില്ലമ്മേ. അതിനാരെ പിരിയാൻ പോകുന്നേ? നിന്നെ ഞങ്ങൾക്കങ്ങനെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കൂ? പിന്നെ വന്നു കയറിയപ്പോ മിണ്ടാൻ മടിച്ചതേ അപ്പ സംസാരിച്ച ഒരു കൂട്ടക്കരച്ചിലാവുമല്ലോ എന്ന് പേടിച്ചിട്ടാ. അച്ഛൻ എന്ത് വാത്സല്യാന്നറിയോ നിന്നോട്? ആശുപത്രി കിടന്ന അച്ഛൻ പറഞ്ഞത് തിരിച്ചു വന്ന അച്ഛന് സ്വസ്ഥതയോടെ ഉറങ്ങണമെങ്കിൽ നീ ഇവിടെ വേണോന്ന്. എനിക്കറിയില്ല. നാളെ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. മുത്തശ്ശി, എന്താ കുട്ടി കാണിക്കുന്നേ? അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഇനിയും വരുൺ എന്നെ ആട്ടി പുറത്താക്കിയാലും ഞാൻ മുത്തശ്ശിയെ വിട്ട് എങ്ങോട്ടും പോകില്ല. വരുണിനെ മുത്തശ്ശി സ്നേഹിക്കുന്ന അത്രയും തന്നെ എന്നെയും മുത്തശ്ശി സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ആ സ്നേഹം. ആളുകൾ പറയുന്ന സത്യമാ. സ്നേഹമുള്ളവര് തമ്മില് ഇടയ്ക്കൊന്ന് പിരിഞ്ഞിരിക്കണം. എന്നാലേ സ്നേഹത്തിന്റെ വില മനസ്സിലാവൂ. എന്റെ മോൾക്ക് ഇനി ഒരു കുറവും വരില്ല, ഒരു കാലത്തും വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.